പിറകിൽ നിന്നും അവന്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കാതെ കണ്ണുകൾ മുറുകെ ചിമ്മി. അവന്റെ ബൂട്ടിന്റെ ശബ്ദം അടുത്തേക്ക് വന്നു. "പല്ലവി, നിനക്ക് കേൾവിക്കുറവുണ്ടോ?" അവൻ വീണ്ടും ചോദിച്ചു. അതിനും അവളൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും അവൻ വളരെ ലാഘവത്തോടെ അവളെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് മുകളിലേക്ക് നടന്നു. അവളൊന്ന് കുതറിമാറാൻ നോക്കിയതും അവന്റെ കൈ ഒന്നുകൂടെ മുറുകി. അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. റൂമിലേക്ക് കയറിയതും അവളുടെ തോളിൽ നിന്നും കൈയെടുത്ത് അവൻ വാതിൽ അടച്ചു കുറ്റിയിട്ട് അവൾക്ക് നേരെ തിരിഞ്ഞു. അവൾ വീണു പോവാതിരിക്കാൻ അടുത്തുള്ള ഭിത്തിയിൽ അള്ളിപ്പിടിച്ചു നിന്നു. അവൻ അവളെ അടിമുടി നോക്കി. കരഞ്ഞു വീങ്ങിയ കൺതടവും ക്ഷീണിച്ച മുഖവും കണ്ട് അവന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു. "നീ വല്ലതും കഴിച്ചിരുന്നോ?" അവൾ പതുക്കെ ഒന്ന് മൂളി. "ഛി, വാ തുറന്ന് പറയടി." അവന്റെ ആ അലർച്ചയിൽ അവൾ അറിയാതെയില്ലെന്ന് തലയാട്ടി. അവൻ അവളെ കടുപ്പിച്ചു നോക്കിക്കൊണ്ട് അവിടെയുള്ള ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു മറ്റേതോ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ ഒരിടത്ത് ഒതുങ്ങി നിന്നു. കുറച്ചു കഴിഞ്ഞതും ഡോറിൽ നോക്ക് ചെയ്യുന്നത് കേട്ടവൻ ഡോർ തുറന്നു. പുറത്തു നിൽക്കുന്ന കൊറിയൻ ലുക്കുള്ള സ്ത്രീയിൽ നിന്നും റിപ്ലൈ വാങ്ങി ഡോർ ലോക്ക് ചെയ്തു. അവൾ അവനെയും കയ്യിലിരുന്ന പെയും പകപ്പോടെ നോക്കി. അവൻ അത് അവിടെ ടേബിളിൽ വെച്ചു. "ഞാൻ ഫ്രഷായി വരുമ്പോഴേക്കും ഇത് കഴിച്ചിരിക്കണം, ഇല്ലെങ്കിൽ..." അവൾക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ട് അവൻ മുണ്ടെടുത്ത് ബാത്റൂമിലേക്ക് കയറി. അവൻ പോയതും അവൾ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. പിന്നെ അവന്റെ ദേഷ്യം നിറഞ്ഞ മുഖം ഓർത്തതും അവൾ അതെടുത്തു. ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയുമായിരുന്നു. കുറച്ചു കഴിച്ചുകൊണ്ടവൾ പാത്രവും എടുത്ത് അടുക്കളയിലോട്ട് പോയി. പാത്രം കഴുകി വെച്ച് കുറച്ചു നേരം കൂടി അവിടെ നിന്നു. അവനടുത്തേക്ക് പോകാൻ അവൾക്ക് ഭയം തോന്നി. കുറച്ചു നേരം അവിടെ നിന്ന് അവൾ മുകളിലേക്ക് നടന്നു. അവനവിടെ ഫോണിൽ നോക്കി കിടക്കുന്നുണ്ട്. അവനെ നോക്കാതെ കുളിച്ചു മാറാൻ ഉള്ള ഡ്രസ്സും എടുത്ത് അവൾ ബാത്റൂമിലേക്ക് കയറി. അവളുടെ ഹൃദയം ക്രമാതീതമായി മിടിച്ചു. കുളി കഴിഞ്ഞ് കുറച്ചു നേരം കൂടി അതിനകത്ത് നിന്നു. ഇറങ്ങി വരുമ്പോൾ മിഴികൾക്ക് മുകളിൽ കൈവച്ചവൻ കിടപ്പുണ്ട്. അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത്, അവിടെ ഭിത്തിയിൽ ഫ്രെയിം ചെയ്ത് വെച്ച വലിയൊരു ഫോട്ടോ. ഒരു 10-15 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുട്ടി. അത് ഡേവിഡ് ആണെന്ന് അവൾക്ക് ഒരൊറ്റ നോട്ടത്തിൽ മനസ്സിലായി. കൂടെ നിൽക്കുന്ന സുന്ദരിയായ ഒരു സ്ത്രീ. അത് ആരാവും? അവൾ ആലോചിച്ചു. "ആലോചന കഴിഞ്ഞെങ്കിൽ വന്ന് കിടക്കാം," അവൻ പറഞ്ഞതും അവൾ അവനെ ഞെട്ടലോടെ നോക്കി. എന്താവും അവന്റെ ഉദ്ദേശം? ഭയം കൊണ്ടും നിസ്സഹായത കൊണ്ടും അവൾ നിന്നുവിറച്ചു. അവൻ തന്നെ എന്തെങ്കിലും ചെയ്തു പോകുമോ എന്നവൾ ഭയന്നു. "പല്ലവി," അവൻ ദേഷ്യത്തോടെ വിളിച്ചതും അവൾ വിറച്ചുകൊണ്ട് അവനടുത്തേക്ക് നടന്നു. അവൻ എണീറ്റ് ഫോൺ ചാർജിൽ ഇട്ടു. ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ബെഡ് ലാമ്പ് മാത്രം ഇട്ടു. അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. "സാർ, ഞാൻ താഴെ കിടന്നോളാം," അവൾ ഭയത്തോടെ പറഞ്ഞു. "അതെങ്ങനെ ശരിയാവും പല്ലവി? ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ഒരുമിച്ചല്ലേ കിടക്കേണ്ടത്? നീ എൻ്റെ ഭാര്യയല്ലേ പല്ലവി?" അവൻ അവൾക്കടുത്തേക്ക് ചുവടുകൾ വെച്ചുകൊണ്ട് പറഞ്ഞു. "സാർ, നമ്മൾ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാർ അല്ലല്ലോ, ഒരു എഗ്രിമെന്റ് മാത്രമല്ലേ?" അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. സ്വരം വിറച്ചു. "അത് ശരിയാണ് പല്ലവി, ബട്ട് സൈൻ ചെയ്യുന്നതിന് മുമ്പ് എഗ്രിമെന്റ് വായിച്ചു നോക്കിയില്ലായിരുന്നോ കുട്ടി?" അവന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. അവൾ അവനെ ഭയത്തോടെ നീച്ചു നോക്കി. "ഡേവിഡ് ജോൺ എന്ന ഞാൻ എന്ന് ആ എഗ്രിമെന്റ് അവസാനിപ്പിക്കുന്നോ, അതുവരെ പല്ലവി ഈ ഡേവിഡിന്റെ ഭാര്യയായിരിക്കും. അതും എല്ലാ രീതിയിലും. ഈ അനുപല്ലവി ഇനി മുതൽ ഈ ഡേവിഡ് ജോണിന്റെ ഭാര്യയായിരിക്കും, എനിക്ക് മടുക്കുന്നതുവരെ." പറഞ്ഞു തീർന്നതും ഇരുകൈകൾ കൊണ്ടും അവളെ പൊക്കിയെടുത്ത് ബെഡിലേക്ക് തിരിഞ്ഞു അവൻ. എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ അവൾക്കൊരു നിമിഷം എടുത്തു. അവൾ അവിടെ നിന്നും തെറിച്ചെഴുന്നേറ്റു. "സർ, പ്ലീസ് സർ, ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യല്ലേ." അയാൾക്ക് നേരെ അവൾ കൈകൂപ്പി. അവൻ അവൾക്ക് നേരെയായി ബെഡിൽ ഇരുന്നു. "ഒരു കാര്യം ഒന്നിൽ കൂടുതൽ തവണ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പല്ലവി?" അവൻ ഉറച്ച ശബ്ദത്തോടെ ചോദിച്ചു. അത് കേട്ടതും അവൾ ഭയത്തോടെ പിന്നിലേക്ക് നിരങ്ങി നീങ്ങി.
അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. അവന്റെ നോട്ടം നേരിടാനാകാതെ അവൾ അവനിൽ നിന്നും മുഖം തിരിച്ചു. പല്ലവി വന്ന് കിടക്ക്, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അവളത് കേൾക്കാത്ത ഭാവത്തിൽ ബെഡിന്റെ ഒരരികിൽ ഭയന്ന് വിറച്ചിരുന്നു. അവന്റെ നോട്ടം അവളുടെ ഭംഗിയുള്ള കാലുകളിലേക്കായി. വിരലുകളിൽ ഇളം റോസ് നിറത്തിലുള്ള നെയിൽ പോളിഷ് വൃത്തിയായി ഇട്ടിരിക്കുന്നു. ആ നെയിൽ പോളിഷിന്റെ അതേ നിറമാണ് അവളുടെ കാൽപാദത്തിനും എന്ന് തോന്നി അവന്. അവന്റെ ചുണ്ടിൽ ഒരു കുസൃതി ചിരി വിരിഞ്ഞു. തന്നിൽ നിന്നും മുഖം തിരിച്ചിരിക്കുന്നവളെ ഒന്ന് നോക്കി അവളെ കാലുകളിൽ പിടിച്ച് ഒരൊറ്റ വലിയായിരുന്നു. അവൾ ബെഡിൽ അവന്റെ മുൻപിലായി മലർന്നു വീണു. അവിടെ നിന്നും അവൾ ചാടി എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ അവൾക്ക് ഇരുവശവും കൈകൊട്ടി നിന്നു. അവളുടെ കണ്ണുകൾ ഒരു കിടച്ചിലോടെ അവനെ നോക്കി. അവൾക്ക് അവന്റെ നിൽപ്പ് കണ്ടിട്ട് പേടിയായി. അവൾ അവനെ ഭയത്തോടെ നോക്കി. അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ടവൻ അവളിൽ നിന്നും മാറി അപ്പുറത്തേക്ക് കിടന്നു. അപ്പോഴാണ് അവൾക്കൊന്ന് ശ്വാസം വീണത്. അവൾ മെല്ലെ മുഖം ചെരിച്ച് അവനെ നോക്കി. അവൻ അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി കിടക്കുന്നുണ്ടായിരുന്നു. എന്താടി നോക്കുന്നു? ഇനി ഞാൻ ഉറക്കിത്തരണോ നിന്നെ? അവളുടെ നോട്ടം കണ്ട് അവൻ അവളെ നോക്കി ചോദിച്ചു. അവൾ ഞെട്ടിക്കൊണ്ട് അവനോട് വേണ്ടെന്ന് തലയാട്ടി. പെട്ടെന്ന് തന്നെ ചുവരിൻ വശം ചേർന്ന് കിടന്നു. കണ്ണുകൾ മുറുകെ ചിമ്മി. അവളുടെ ആ പ്രവൃത്തി കണ്ട് അവന് ഒരു ഭംഗിയുള്ള ചിരി വിരിഞ്ഞു. രാവിലെ എണീറ്റ് ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം 8 മണിയാവാറാവുന്നു. അവൾ ചാടി എഴുന്നേറ്റു. അപ്പോഴാണ് അവൾക്ക് അവനെ ഓർമ്മ വന്നത്. നോക്കുമ്പോൾ അവിടെ കാണാനില്ല. എന്നാലും ഇത്ര നേരത്തെ എവിടെ പോയി? ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഡോർ തുറന്ന് അവൻ അകത്തേക്ക് വന്നത്. ഒരു ട്രാക്ക് പാൻറ്റും സ്ലീവ്ലെസ് ടീഷർട്ടുമാണ് വേഷം. അവളെ ഒന്ന് നോക്കിക്കൊണ്ടവൻ മുണ്ടും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. അവൻ കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അവൾ കയ്യിൽ ഡ്രസ്സും പിടിച്ച് എന്തോ ആലോചിച്ച് നിൽപ്പുണ്ടായിരുന്നു. അവന്റെ കണ്ണൊന്ന് ചുരുങ്ങി. ഇവൾ ഏത് സമയം സ്വപ്നലോകത്താണോ? മനസ്സിൽ പറഞ്ഞവൻ അവൾക്കടുത്തേക്ക് വന്ന് അവന്റെ നനഞ്ഞ മുടി അവളുടെ മുഖത്തേക്ക് കുടഞ്ഞു. അവളുടെ ഞെട്ടലോടെ കണ്ണീച്ചു നോക്കി. തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്ന അവനെ കണ്ടതും അവൾ ബാത്റൂമിലേക്ക് ഓടിക്കയറി. കുളി കഴിഞ്ഞ് വന്ന് അവൾ ധൃതിയിൽ താഴേക്കിറങ്ങി. ഈശ്വരാ, പുലർച്ചെ എണീക്കാൻ പറഞ്ഞതല്ലേ അവർ? കുറെ വൈകി ഉറങ്ങിയതുകൊണ്ട് അറിയാതെ ഉറങ്ങിപ്പോയി. ഇനി എന്തു ചെയ്യും? അവൾ ഭയത്തോടെ ചുറ്റും നോക്കി. ഇയാളെവിടെ പോയി? റൂമിലുണ്ടായിരുന്നല്ലോ. ആ, എവിടെയും പോട്ടെ, ഇല്ലെങ്കിൽ മനുഷ്യൻ ശ്വാസം മുട്ടി മരിച്ചു പോകും. ഓരോന്നോർത്തുകൊണ്ട് അവൾ കിച്ചണിലേക്ക് നടന്നു. അവിടെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യയുടെ കൂടെ കൂടി.